52, 57 ഡോക്ടേഴ്സിനെ മാത്രം സ്ത്രീകളും ആണുങ്ങളും, അതായത് പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കുന്ന കുട്ടികൾ, അതായത് മാസ്റ്റേഴ്സിന് പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടെ ഈ കസ്റ്റഡിയിലും അറസ്റ്റിലും ആയേക്കുന്നത്. ബംഗാളിൽ നിന്ന്, ചില സൗത്ത് ഇന്ത്യയിൽ നിന്ന്. ഇത് വളരെ ചിന്തിക്കേണ്ട പോയിന്റാണ്. കാരണം നല്ല ഡിബേറ്റായിരുന്നു നടക്കുന്നത് സോഷ്യൽ മീഡിയയെക്കുറിച്ച്. എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും ജമ്മു ആൻഡ് കാശ്മീരും ഡൽഹി പോലീസ് NIAയും ജമ്മു ആൻഡ് കാശ്മീരിലെ പല വീടുകൾ റെയ്ഡ് നടത്തി, പല ഇൻസ്റ്റിറ്റ്യൂഷൻ, ജമാഅത്ത് ഇസ്ലാമിയുടെ അങ്ങനെ പലയിടത്തും നടത്തി കഴിഞ്ഞപ്പോൾ മെഹബൂബ മുഫ്തി പുറത്ത് വന്നേക്കോ, അവരെ ഹറാസ് ചെയ്യരുത്, ബോംബ് വെച്ചവനെ വീട്ടിൽ പോകരുത്, അവനെ ചോദ്യം ചെയ്യരുത്. ഫറൂഖ് അബ്ദുള്ള, അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പിതാവ്, പഴയ ജമ്മു ആൻഡ് കാശ്മീർ മുഖ്യമന്ത്രി, അയാളും പറഞ്ഞു ചെയ്യരുത്. പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്നത്? ജനാധിപത്യമാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലക്ഷ്മൺ രേഖയുണ്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ കുട്ടികൾക്ക്, അത് ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾക്ക്, ഞാൻ ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തുന്നില്ല. ഇവിടെ അഡ്മിഷൻ ഒന്നും ഇവിടെ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പണം കൊടുത്ത്, കേരളത്തിലാണെങ്കിൽ മദ്രസയിലും മറ്റ് പല സ്റ്റേറ്റുകളിലും മദ്രസ എഡ്യൂക്കേഷൻ അങ്ങോട്ട് പണം കൊടുക്കുകയാണ് സ്റ്റേറ്റ് ബജറ്റിൽ വെച്ച്. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മതവിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം 18-20 വരെ കംപ്ലീറ്റ് ആയിട്ടങ്ങ് ബ്ലോക്ക് ചെയ്തേക്കണം. ഇതിനകത്ത് പ്രത്യേകം പഠിക്കേണ്ടതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ.